പോലെ കളിക്കാൻ ശ്രമിക്കാട്ടാ. എനിക്ക് സൈസൊക്കെ ഉണ്ടെന്നുള്ളോ, ഉള്ളില് കൊച്ചു കുട്ടിയാ. സാർ, എന്തേരാ? നമ്മുടെ കുഞ്ഞിപ്പാല് കാണാമെന്നുണ്ട്. അവനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. ഇപ്പൊ അവിടുന്ന് വിട്ടാ നീ. ഇതെന്താ ഇപ്പൊ കഥ? എന്തെങ്കിലും ആയിക്കോട്ട് പോട്ടെ. So I guess these are our men. Varal Jason, Kupi Simon, Rafael Paulo Alucar. ഇതാണ് സാർ നമ്മുടെ ഒന്നുക്കൊന്നായ വടക്കുന്നായ ക്ഷേത്രം. Oh yes, stop the car, stop the car. ഞങ്ങള് മുസ്ലിങ്ങൾക്ക് ഈ വിഗ്രഹാരാധനയിൽ വലിയ വിശ്വാസമില്ല. ഞാൻ ഹാഫ് കാക്കയാ. അച്ഛൻ ആറ്റിങ്ങൽ മുസ്ലിം, അമ്മ തിരുവനന്തപുരം തീയത്തി. അതുകൊണ്ട് ഈ പേരല്ലാതെ പ്രത്യേകിച്ച് എനിക്കൊരു ജാതിയില്ല. പക്ഷെ ഓരോ ദേവാലയത്തിനും ചുറ്റും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. അതിൽ വലിയ വിശ്വാസമാണ്. തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭൻ, അജ്മീറിൽ ഹോജ, വേളാങ്കണ്ണിയിൽ കന്യാമറിയം, മധുരയ്ക്ക് മീനാക്ഷിയമ്മൻ. ഇവിടെ ഇദ്ദേഹമാണല്ലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. $750 കായപ്പെട്ടിയിലും കാർഡ്ബോർഡ് ബോക്സിലും കൊണ്ടെടുക്കാൻ പറ്റില്ല സാറേ. എന്തെങ്കിലും ചെറിയ ഡിനോമിനേഷനിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. സ്വർണം വേറെന്തിട്ടാ? ഗോൾഡ് ബാറാക്കിന് എളുപ്പപ്പണി. 1000 രൂപയുടെ നോട്ട് പ്രസവിക്കില്ലോ, ഗോൾഡ് പെറും. ഇപ്പൊ തന്നെ പവന് 23 100 ചെന്ന് നിൽക്കുന്ന പ്രൊഡിക്ഷൻ നമ്മളെ ഫോർബ്സിന്റെ. സർ, ഈ നാട്ടിൽ ഇത്രയധികം ജ്വല്ലേഴ്സ് ആൻഡ് സ്വർണ്ണക്കടകളുടെ ഹ്യൂജ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ്. ഇതിന്റെ എല്ലാം റീസൺ വേറൊന്നുമല്ല. ഏറ്റവും വലിയ രസം, കടയിലിരിക്കുന്ന സ്വർണത്തിന്റെ മുക്കാലും ജ്വല്ലറിക്കാരുടേതല്ല. ഈ ടിക്കാനൻ ജോസ്, കറണ്ട് ഷാഫി തുടങ്ങിയ കുറെ ഹോൾസെയിൽ സ്വർണ്ണക്കാരന്റെ ഇവിടെ. സത്യത്തില് അവരാണ് കിങ്സ്. പിന്നെ അഫ്കോഴ്സ് റാഫേൽ പൈലോ ആളുകാരെന്ന ഫുൾ ഗോൾഡ് ബോഡി. ഇവിടെ വടക്കുന്നാഥന് ചുറ്റുമുള്ള സ്ഥിരം ചീട്ടുകളിക്കാർ മുതൽ വല്ലച്ചിറയിലും പാലക്കിലും പൂച്ചിന്നിപ്പാടത്തുമുള്ള പരമ്പരാഗത കൊല്ലപ്പണിക്കാർ വരെ. സ്കാൻഡൽ. സാറിനിപ്പോ തൃശ്ശൂരൊക്കെ അറിയാലേ? സ്വപ്പം. പിന്നെ ഗിരീശ, ഞാനെന്തൊരു എൻറ്റിറ്റി ഓപ്പറേഷൻ പിന്നിലില്ല, അറിയാലോ? അതെനിക്കറിയില്ലേ സാർ. ഗുഡ്. അപ്പൊ മക്കളെ, തൃശ്ശൂർ ടൗണിൽ കയറി ഒന്ന് മേഞ്ഞ് മേവ്. ഡേവിസ് റോസ് വില്ല, പൂങ്കുന്നം, തൃശ്ശൂർ.
കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് പൈസയായിട്ട് ഒന്നും അയക്കലില്ല. മാസാവസാനം ആവുമ്പോ ഓന്റെ ചങ്ങായി ഒരു മുസ്തഫ 10 ഉറുപ്പ്യന്റെ ഒരു പകുതി തുണ്ടുമായിട്ട് വരും. അത് സ്വർണ്ണക്കടയിൽ കൊണ്ടു കൊടുത്ത 30,000 രൂപയുടെ പൊന്ന് തരും. 25,000 ഓൻ സാധാരണ അയക്കാറ്. ഇത് 30 കിട്ടും. എന്റെ മാത്രമല്ല, സരോജിനിന്റെ ഷാഹിനാന്റെ ഒക്കെ വീട്ടില് ഈ 10 ഉറുപ്പ്യന്റെ തുണ്ടാ വരണേ. അതല്ലാതെ വേറൊന്നും എനിക്കറിയില്ല സാറുമാരെ. വേറൊന്നും നിങ്ങൾ അറിയണ്ട ഫരീദാത്ത, ഇത് തന്നെ ധാരാളം. ഇവിടെ വന്നതും വേറെ ആരും അറിയണ്ട. ഇവരെ വീട്ടിലോട്ടേക്ക്. സർ ബട്ട് വരാല് ജേസൺ, കുപ്പി സൈമൺ, റാഫേൽ ആളൂക്കാരൻ, ഇവര് 3 ഗ്യാങ്ങുകളാണെങ്കിലും പോലീസിനെതിരെ ആവുമ്പോ ദേ ആർ വൺ മേജർ ഫോഴ്സ്. ഒറ്റക്കെട്ടാവും ഇവര് 3. സോ ടു ബിഗിൻ വിത്ത്, ലെറ്റ്സ് സ്പോയിൽ ദാറ്റ് സിൻഡിക്കേറ്റ് ഓഫ് ട്രസ്റ്റ്. 3നെയും പോരുകോഴികളാക്കി പരസ്പരം കൊത്താൻ വിടാം നമുക്ക്. അക്ബർ സാറ് പറ, ഈ റാഫേൽ എന്താ വേണ്ടേന്ന്? ഈ 750 കോടി വെളുപ്പിച്ചത് ഞാൻ തന്നെയാ. ഞാനാ സമ്മതിച്ച? സാറിന്റെ പണി കഴിഞ്ഞില്ലേ? സമ്മതിച്ചൂന്നേ. ഇനി നമുക്ക് കച്ചവടം പറയാം. സുധീർ മലയർ ഓഫർ എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതീന്ന് 10 ഉറുപ്പ്യാണ്ട് കൂട്ടിത്തരും. സെയിൻ കിഡ്സ് എന്ന് പറഞ്ഞ രാജ്യം കിട്ടണ്ട സാറേ. സാറിനെ ഞാനവിടെ കൊണ്ടുപോയി നടും. സെയിൻ കിഡ്സ്, ബാങ്കുകളിൽ ചോദ്യങ്ങളില്ലാത്ത രാജ്യം. ആർക്കും എത്ര കാശ് വേണമെങ്കിലും നിക്ഷേപിക്കാം. അവിടെ നിങ്ങള് ഒരു ചെറിയ കേരളം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇവിടുത്തെ ചേട്ടന്മാരുടെ കൈക്കൂലിയും കള്ളപ്പണവും കൊണ്ടിടാൻ. സാറിന് ഒരുപാട് കാര്യങ്ങൾ അറിയാട്ടാ. അത് അപകടമാണ്. അപകടം പറ്റാതിരിക്കാനല്ലേ റാഫേലെ ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ നിൽക്കുന്നേ. അല്ലെങ്കിൽ ഒരു നല്ല പോലീസുകാരന് ചേർന്ന പണിയാണോ ഞാൻ ഈ കാണിക്കുന്നത്? സാറ് ഇവിടുത്തെ പോലീസാ. ഇന്ത്യൻ പോലീസിന്റെ സകല റെക്കോർഡിലും ഞാൻ പരിധി വെക്കി. സാറിന്റെ പേരില്ല, കേന്ദ്രത്തിന്റെ സ്പെഷ്യൽ സെറ്റപ്പ് ആവൂല്ലേ? കേന്ദ്രത്തിന്റെ ഒരു കള്ളവെടി സെറ്റപ്പിലുണ്ടായ മോനാണ് ഞാൻ. അത് വിട്, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. അതാണ് എനിക്ക് സൗകര്യം. പക്ഷേ തന്തയുടെ കൊലപാതകയെ കണ്ടെത്തി ഞാൻ സുധീറിന് കൊടുക്കണ്ടേ? അതിനേക്കാൾ ഉപരി 750 കോടി എവിടെ പോയി എന്നതിനൊരു വിശദീകരണവും. 2 കുഞ്ഞാടുകളെ കണ്ട തരാം. ക്ലീനായി കൊന്തയും വെച്ച്. എവിടെ വെച്ചാ ഡെലിവറി തരാ? സാറ് കൊണ്ടുപോയി കാണിച്ചോ തന്തേനെ കൊന്നവരാന്നും പറഞ്ഞ്. ചില്ലറ പീസുകളൊന്നുമല്ല. കുപ്പി സൈമനും വരാല് ജേസനും. നടക്കുമെങ്കിൽ ബെസ്റ്റാ, വേറൊന്നും വേണ്ട. എന്താ നടക്കാത്ത? നമ്മള് പോറ്റി വളർത്തുന്ന പിള്ളേരല്ലേ? നമ്മക്ക് വെട്ടി മപ്പാസാക്കി കൂടെ? എന്തേ സംശയണ്ട സാറിന്? ഞാനിത് വരാലിനെ കാണിച്ചത് എന്റെ ലക്ഷ്യം റാഫേലാണ്, നിങ്ങളല്ല. എന്റെ മാത്രം ലക്ഷ്യം ഇവിടുത്തെ പോലീസിന്റെ അല്ല. ഇയാളുടെ അത്ര പോലും വിശ്വസിക്കാൻ പറ്റാത്ത ടീമാണല്ലോ നിങ്ങള്. ഇതിനും റെക്കോർഡിംഗ് ഉണ്ടാ? കാര്യമില്ല, എനിക്ക് വരാലിനെ കൊടുത്തിട്ട് കാര്യമില്ല. 750 കോടി മല്ലിയുടെ കയ്യിൽ നിന്ന് അടിച്ചത് റാഫേലാണ്. അയാളെ പൊക്കി മല്ലിക്കിട്ട് കൊടുക്കാൻ 50 കോടിയും വാങ്ങിച്ചുള്ള വരവാണ് ഞാൻ. 50 മുഴുവൻ കിട്ടിയാ? ഇല്ല, 5 കിട്ടി. അതിലൊന്ന് ഞാൻ ജേസിന് തരും. തരുമെന്ന് വെച്ചാ? തരുമെന്ന് വെച്ചാ ഇപ്പൊ തരും. ഇത് റാഫേലിനെ തട്ടാനോ അതോ ആ കാശ് ഇവിടെ പൂറ്റിന്നറിയാനോ? രണ്ടിനുമല്ല. ഒന്നും ചെയ്യാതിരിക്കാൻ, തടുക്കാതിരിക്കാൻ. ഒരാളിനെയും കുപ്പിയും കൊന്ന് റാഫേൽ ഞങ്ങൾക്ക് തരും മുമ്പ് ഞങ്ങൾക്ക് റാഫേലിനെ തീർക്കണം. തൃശ്ശൂർ ഗ്യാങ്ങുകൾ അതിനൊന്നും അറിയാത്ത പോലെ നിന്നു വരണം. ജേസൺ അവിടെ എന്നെ സഹായിക്കണം. ഇതൊന്നും നടക്കണ പണിയല്ലാട്ടാ. ഒന്നാമത് നിങ്ങൾക്ക് എന്തൊക്കെ ഇടക്കളികളുണ്ട് ഇതില്. വലിയ ബുദ്ധി കൂടി കളിക്കുന്നു ജേസൺ നിൽക്കാറില്ലാട്ടാ. കാര്യം ശരിയാണ്, ഞാനൊരു ഇടക്കളി കളിക്കുന്നുണ്ട്. മല്ലിക്ക് 750 കോടി തിരിച്ചു പിടിച്ചു കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് കൂട്ടിയെ കൂടത്തില്ല. റാഫേലെ സ്വർണ്ണമാക്കി പലയിടത്ത് എത്തിച്ചു വേണം. അപ്പം എനിക്കൊരു സമയം വേണം ഈ 50 കോടി അവൻ്റെ ഒന്ന് അടിച്ചെടുക്കാൻ. ജേസന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെന്തൊരു മനുഷ്യനാണപ്പാ. ചതിക്ക് മേലെ തന്തച്ചതിയും. നിങ്ങക്ക് നിങ്ങളുടെ കയ്യിനെയും കാലിനെങ്കിലും വിശ്വാസം ഉണ്ടാ? ഞങ്ങളൊക്കെ ഭേദാട്ടാ. എന്നാ വിട് സാറേ, ഞാനില്ല. സ്വന്തം തന്തേനേക്കാളും വിശ്വസിച്ചതാ ഈ പന്നീനെ.